ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അവിയൽ. പക്ഷേ ഞാൻ ഈ അവിയൽ ഒരുപാട് ഡ്രൈ ആയിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ടൊക്കെ നന്നായിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള നാടൻ പലഹാരങ്ങൾ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനതൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കുള്ള ആവശ്യത്തിനുള്ള പച്ചക്കറികളെല്ലാം എടുക്കാം. ഞാൻ എല്ലാ പച്ചക്കറികളും നമ്മളെടുത്തിട്ടുണ്ട്. ഒരുവിധപ്പെട്ട പച്ചക്കറികളെല്ലാം എൻ്റെ അകത്തുണ്ട്. നമുക്ക് ഈ അവിയലിന് ഏത് പച്ചക്കറി വേണമെങ്കിലും ചേർക്കാമല്ലോ. ചിലർ പാവയ്ക്കൊക്കെ ചേർക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊന്ന് ഒഴിച്ചു കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് അത് അടച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിനി അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാനൊരു അരക്കപ്പോളം തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അമ്മിയിലാണ് അരയ്ക്കുന്നതെങ്കിൽ അങ്ങനെ. ഇനി കുറച്ച് വെളുത്തുള്ളിയാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാമേ. നമ്മളെങ്ങനെ അവിയലിനൊക്കെ അരയ്ക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. ഇനി കുറച്ച് ഞാൻ പച്ചമുളകാണ് ചേർക്കുന്നത്. മുളക് പൊടി ഇവിടെ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പച്ചമുളക് ചേർക്കുന്നതെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരഞ്ഞു പോരും, അതുപോലെ വെള്ളവും ചേർത്തല്ല ഇത് അരയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മളൊന്ന് ചതച്ചെടുക്കാനായിട്ട്. കണ്ടോ, ഇതുപോലെ വേണം എടുക്കാൻ. നമുക്കിനി ഇത് നമ്മൾ നേരത്തെ വേകാനായിട്ട് വെച്ച് പച്ചക്കറിയുടെ അടപ്പ് തുറന്ന് നോക്കാം. അപ്പോൾ അതൊരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലൊക്കെ അരപ്പൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതേ ഞാൻ അരപ്പെല്ലാം അതിൻ്റെ മുകളിലോട്ട് നിരത്തി വയ്ക്കുന്നുണ്ട്. ഉടനെ നമ്മൾ ഇളക്കുകയും ചെയ്യരുത്, കാരണം ഈ പച്ച മണമൊന്ന് പോകണം നമുക്ക് ഈ അരപ്പിൻ്റെ. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളിത് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ കുറച്ചുകൂടെ വേകാനുണ്ടല്ലോ നമ്മൾ പച്ചക്കറികൾ. അപ്പോൾ ഇനി നമുക്കതങ്ങ് മൂടി വയ്ക്കാം. അപ്പോൾ ഈ വെള്ളരിക്കയിൽ നിന്നൊക്കെ തന്നെ വെള്ളം നമ്മൾ കുറച്ച് വെള്ളം നേരത്തെ ഒഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ടൊമാറ്റോയും വെള്ളരിക്കയും ഒക്കെ ചേർക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വെള്ളം നമുക്കതങ്ങനെ കിട്ടും. ഞാൻ പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതെല്ലാം കൊണ്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേകാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതേ നന്നായിട്ടത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ അതിൽ കിടപ്പുണ്ട്, പക്ഷേ അത് വെള്ളം വറ്റി വന്നോളും. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാനതൊന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. നമ്മുടെ അവിയൽ റെഡിയായി, നല്ലൊരു ടേസ്റ്റിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വേണ്ടത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ. താങ്ക് യു.